മുസ്ലിം ലീഗിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ നേതാവാണ് ടി.പി. അഷ്റഫ് അലി. അദ്ദേഹം ഇപ്പോൾ മുസ്ലിം ലീഗ് യൂത്ത് വിങ്ങിൻ്റെ നേതാവ് മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ ഒരു MLA കൂടിയാണ്. അദ്ദേഹത്തിന് ഇത്തവണ മുസ്ലിം ലീഗിൽ നിന്ന് കിട്ടിയത് ഒരു വളരെ ഷുവറായിട്ടുള്ള കൊണ്ടോട്ടി സീറ്റാണ്. ആ കൊണ്ടോട്ടി സീറ്റിൽ അദ്ദേഹം മത്സരിക്കുകയും അനായാസമായി അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടെങ്കിലും കേരളത്തിലെ ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തെ അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ചില ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആളുകൾക്ക് അറിയാം എന്നുള്ളതല്ലാതെ ഈ ടി.പി. അഷ്റഫ് അലി അത്രത്തോളം വലിയ പരിചയം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അധികമില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയോടുകൂടി അദ്ദേഹം വലിയ ഫേമസായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നൊരു പണി എന്ന് പറയുന്നത്, അവർ എളിമ കാണിക്കാൻ വേണ്ടി മുണ്ടും ഷർട്ടും ഒക്കെ ഇടുകയാണ് ചെയ്യുന്നത്. ആ മുണ്ടും ഷർട്ടും ഇടുന്നു എന്ന് മാത്രമല്ല, പഴയ കോൺഗ്രസ്സുകാരൊക്കെ തന്നെ മീറ്ററിന് 2500 രൂപയുടെയൊക്കെ തുണിയെടുക്കുകയും എന്നിട്ടത് ഷർട്ടായി തയ്പ്പിക്കുകയും അതിനുശേഷം അതിൽ കത്തിവെച്ച് കുത്തുകയും അത് കീറിയതിന് ശേഷം വീണ്ടും തുന്നി ചേർക്കുകയൊക്കെ ചെയ്യുന്ന പണിയുണ്ടായിരുന്നു. എന്നോട് പഴയൊരു കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇത് എന്താണ് ഈ കാണിക്കുന്നത്, എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലാളിത്യവും എളിമയും ഒക്കെ കാണിക്കാനാണ്. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയൊക്കെ തുടർന്നു വന്നിരുന്ന ഒരു ശീലവും അതാണ്. മുടി വാരാത്ത, പലപ്പോഴും ഷർട്ടൊക്കെ കീറിലുള്ള ഷർട്ടുകളൊക്കെ ഇട്ട് അങ്ങനെ അലസമായി നടക്കുന്ന വളരെ പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകളാണെന്നാണ്. പക്ഷേ ഇവർ പുറമേക്ക് ദരിദ്രരായി കാണപ്പെടുമെങ്കിലും അകമേ ഉള്ളിൽ വലിയ റിച്ചായിരിക്കും. എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടല്ല, പകരം പണം കൊണ്ടും ഇവർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാവും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും ഈ ടി.പി. അഷ്റഫ് അലി എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം MLA ആയതിനു ശേഷം നല്ല പാൻറ്റും ഷർട്ടും ഒക്കെ അണിഞ്ഞ് വളരെ സുന്ദരനായിട്ട് ടക്കൊക്കെ ചെയ്ത് ബെൽറ്റൊക്കെ കെട്ടിയിട്ട് ഷൂസും ഒക്കെ ഇട്ട്, അദ്ദേഹം ഒന്നാമത്തെ നല്ല ഹൈറ്റുള്ള ഒരാളാണ്. അദ്ദേഹം ഷൂസും ഒക്കെ ഇട്ട് വളരെ സുമുഖരും സുന്ദരനുമായിട്ട് ജോയിൻ്റ് RTOയുടെ ഓഫീസിലേക്കാണ് വന്ന് കയറുന്നത്. അപ്പോൾ കൊണ്ടോട്ടി RTO ഓഫീസിലേക്ക് വന്ന് കയറുന്നു. RTO ഓഫീസിലേക്ക് വന്ന് കയറുമ്പോൾ ഞാൻ കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത്, ഞാൻ കണ്ടിട്ട് തന്നെ അത്ഭുതപ്പെട്ടു. കാരണം ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഏതാണ്ട് കല്യാണത്തിനൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ ആളുകളെ ബൊക്കയെ കൊടുത്ത് സ്വീകരിക്കുന്ന പോലെ ഇദ്ദേഹം സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ വലിയ പരിപാടികൾക്കൊക്കെ വരുന്നവർ അങ്ങനെ സ്വീകരിക്കുന്നു. സ്വീകരിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഒരു രണ്ടാം ഞെട്ടലുണ്ടായത് അത് കേട്ടപ്പോഴാണ്. കാരണം ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരൊക്കെ കൂടി ഇദ്ദേഹത്തിന് സല്യൂട്ട് നൽകി സ്വീകരിക്കുന്നു. അതിന് സല്യൂട്ട് നൽകാൻ ഇദ്ദേഹം ഒരു മന്ത്രിയൊന്നുമല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ആ പാവപ്പെട്ട ആളുകളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരു സല്യൂട്ട് നൽകി സ്വീകരിക്കുന്നു. ആ സല്യൂട്ട് നൽകി സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ടുള്ള ഡയലോഗോടുകൂടി അദ്ദേഹം അകത്തേക്ക് കിടക്കുന്നു, മ്യൂസിക്കൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ട് അദ്ദേഹം അകത്തേക്ക് നടക്കുന്നു. അകത്തേക്ക് നടന്നതിന് ശേഷം അദ്ദേഹം RTOയുടെ കസേരയിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം വളരെ ഗൗരവത്തിലുള്ള എന്തോ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ എന്തോ എഴുതുകയോ കുറിപ്പോ എന്തൊക്കെ എഴുതുന്നു. അതിനുശേഷം അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സൈഡിലുള്ള ഒരു പ്ലേറ്റിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, കാരണം കാഷ്യൂ നട്ടും ബദാം പരിപ്പും അതുപോലെ കിസ്മിസും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്തൊക്കെ വലിയ സ്വാധീനമുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടിട്ട് ഒന്ന് സുഖിപ്പിച്ചേക്കാമെന്ന് പാവപ്പടിച്ച ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടാവും, ഗവൺമെൻറ് ജീവനക്കാർ. കാരണം അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ അദ്ദേഹം തന്നെ ഇട്ടേക്കുന്ന കുറിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൊണ്ടോട്ടി RTO ഓഫീസിൽ നിരവധി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, എന്നാൽ ജീവനക്കാരുടെ നമ്പർ വളരെ കുറവാണ്. അപ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ആ ബുദ്ധിമുട്ടി നിൽക്കുന്നതിനിടക്ക് താങ്കൾക്കൊരു സല്യൂട്ടും ഇതുപോലെ സ്വീകരണവും ഒരുക്കുന്നതിനുള്ള സമയം അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ സ്വീകരണമൊക്കെ കിട്ടി. പുള്ളി സന്തോഷമായിട്ട് അവിടെ നിന്ന് മടങ്ങുന്നു, രാജാവിനെ പോലെ മടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകെ താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇവനാരെ രാജാവോ എന്നൊക്കെ ചോദിച്ചുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ സംഭവം കൊണ്ടിട്ട് അദ്ദേഹം വളരെ ഫേമസ് ആയിരിക്കുന്നു. കാരണം അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കും എന്നുള്ള ഡയലോഗൊക്കെയാണ് വന്നേക്കുന്നത്. കൂടാതെ ഇവനൊരു വെറും അല്പനാണെന്നൊക്കെ പറഞ്ഞ് മറുനാൾ ഷാജനൊക്കെ തന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി വീഡിയോകളിലൂടെ ആളുകളിട്ട് പുകച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളി ധൈര്യം കൈവിട്ടിട്ടില്ല. ആ ധൈര്യം കൈവിടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഇപ്പോഴും ഫേസ്ബുക്കിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത് പുള്ളി ഡിലീറ്റ് ചെയ്യാനോ അത് പോസ്റ്റ് കളയാനോ ഒന്നും പുള്ളി തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ടൊരിക്കൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെയൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ടി.പി. അഷ്റഫ് അലിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് അല്ല, കുറച്ചുകൂടി ആക്റ്റീവ് ആകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടായിരിക്കില്ല അദ്ദേഹം അത് ചെയ്യുന്നത്, അതൊന്നും അവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇവർക്കൊക്കെ പറ്റിയേക്കുന്ന ഒരു കാര്യം, ഇവർ നോക്കിയപ്പോൾ PK ഫിറോസും ഒക്കെ തന്നെ കുറച്ച് റീലൊക്കെ ഇട്ടൊന്ന് ഫേമസ് ആകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിനൊക്കെയുള്ള പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ
രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ ഷാഫി പറമ്പിലും ഒക്കെ പല റീലുകളൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതിലൊരു റീലും ഷാഫിക്ക് തലവേദനയായിരുന്നു. അദ്ദേഹം ഏതാണ്ട് അടിച്ച് വിറ്റായിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച റീലൊക്കെ ഉണ്ടായിരുന്നു. അടിച്ച് വിറ്റായിട്ടാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. പക്ഷെ അവരൊക്കെ റീലിട്ട് കുറച്ച് ഫേമസ് ആവുകയും അങ്ങനെ റീൽസ് നേതാക്കന്മാരാവുകയും ഒക്കെ ചെയ്തതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത്തരം ഒരു കാര്യത്തിലേക്ക് താനും കൂടി കടന്നേക്കാം എന്ന് പാവം ടി.പി. അഷ്റഫ് അലി വിചാരിച്ചിട്ടാണ്. പക്ഷേ അഷ്റഫ് അലിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയം അറിയുന്ന ആരെങ്കിലും വേണം ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനെടുക്കാൻ. അല്ലെങ്കിൽ അവർ വൻ സിനിമ സ്റ്റൈലിലേക്ക് എടുത്ത് കളയും. അതുപോലെ തലവേദനയാവും. ജനത്തിന് അതൊന്നും ഇഷ്ടപ്പെടില്ല. ഇത് ഏതാണ്ട് സിനിമാ ലൊക്കേഷനിൽ നിന്ന് നമ്മുടെ തമിഴ് സിനിമയുടെയൊക്കെ ഷൂട്ടിംഗ് പോലെ ഒരു മാസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യരുത്. പകരം വളരെ ലാളിത്യത്തിൻ്റെ പ്രതീകങ്ങളായി വേണം നമ്മളെപ്പോഴും പുറമേ കാണിക്കാൻ എന്നുള്ളതാണ് എനിക്ക് ടി.പി. അഷ്റഫ് അലിയോട് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇത്ര നല്ല ഷർട്ടോ ഡ്രസ്സോ പോലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനത്തിനോ അല്ലെങ്കിൽ ഹിപ്പോക്രാറ്റുകളായിട്ടുള്ള ആളുകൾക്കൊന്നും പിടിക്കില്ല. പിന്നെ കൂടാതെ താങ്കൾ കാണിച്ചതിൽ ഇത്തിരി ഓവറായിട്ടുള്ള കാര്യം അവരുടെ സല്യൂട്ടും അതുപോലെ തന്നെ ആ കസേരയിൽ കയറിയിരുന്നു ഒന്നും ഒട്ടും ശരിയായില്ല. അപ്പോൾ അതൊക്കെ തന്നെ വളരെ മോശമായി പോയി. അതൊക്കെ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ തന്ത്രപരമായ റീലുകൾ എടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ ഷാഫിയുടെയൊക്കെ കയ്യിൽ നിന്ന് പഠിക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് പാളിയാൽ ടി.പി. അഷ്റഫ് അലിയൊക്കെ അറിയേണ്ടത് ആകെ പാളിപ്പോകും എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടി.പി. അഷ്റഫ് അലി അറിയേണ്ടത് ഇതൊക്കെ വലിയ വലിയ നേതാക്കന്മാർക്ക് പോലും പാളിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കെ.സി. വേണുഗോപാൽ തന്നെ വന്ന് ചില ആളുകളോടൊപ്പം റീലെടുക്കുകയും എന്നിട്ട് തൊഴിലുറപ്പ് പദ്ധതിക്കാരായിട്ട് റീലെടുക്കുകയും വെള്ളമുണ്ടിട്ട് നിങ്ങൾക്ക് കസേരയില്ല, നിങ്ങൾ താഴെയിലിരിക്കുന്നത്, പിന്നെ ഞാനെന്തിനാണ് കസേരയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ച് ഒപ്പം ഇരിക്കുകയൊക്കെ ചെയ്ത് ഓർമ്മയുണ്ടാവും. അതുപോലെ അവരോടൊപ്പം തറയിൽ വേണം ഇരിക്കാൻ, അല്ലാതെ ആർ.ടി.ഒയുടെ കസയിൽ കയറി ഇരിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റേതിനെ മൈലേജ് കിട്ടുള്ളൂ. പക്ഷേ ഇതും തകർന്നു പോയി. കാരണം വെള്ളമുണ്ടെടുത്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഒരു അഭിനയമാണ് എന്നുള്ളത് മനസ്സിലായി. കൂടാതെ കേക്ക് മേടിച്ചു കൊടുത്തിട്ട് അവർക്ക് പോന്നു. പിന്നെ അദ്ദേഹം ഒരു വീട്ടിൻ്റെ അകത്ത് കയറി അടുക്കളയിൽ കയറിയതും നമുക്കൊന്നും അഭിനയമാണെന്ന് മനസ്സിലായില്ല. കാരണം കപ്പയും മീൻകറിയും ഒക്കെ എടുത്ത് നോക്കുന്നതും വിലയെക്കുറിച്ച് സംസാരിക്കുന്നതും അദ്ദേഹം ആകുലപ്പെടുന്നതും അതുപോലെ തന്നെ മീൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ മൈക്കൊക്കെ വെച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയല്ല, റീലുകൾ എടുക്കുമ്പോൾ വളരെ യാദൃശ്ചികം എന്ന് തോന്നുന്ന രീതിയിൽ റീലുകൾ എടുക്കുകയും എന്നാൽ നിങ്ങളുടെ കരുണയും ആർദ്രതയും ഒക്കെ പ്രകടിപ്പിക്കാവുന്ന റീലുകളും എടുക്കണം എന്നുള്ളതാണ് എനിക്ക് ടി.പി. അഷ്റഫ് അലിയോട് പറയാനുള്ളത്. ഇതേതായാലും പറ്റി. ഇനിയിപ്പോൾ ഇത് എത്ര തവണ കുളിച്ചാലും ഇത് പോകാൻ സാധ്യതയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുമ്പോൾ പോലും ഇത് റീലായി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. കാരണം ഇപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് ഉപയോഗിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ചീത്തപ്പേര് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇനിയെങ്കിലും റീലുകൾ എടുക്കുമ്പോൾ ഇത്ര ഗംഭീരമായിട്ട് റീലുകൾ എടുക്കരുത്. കാരണം ഇത് കല്യാണത്തിൻ്റെ ഷൂട്ടിംഗ് അല്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ആലോചിക്കണം. മാസ് സിനിമയും അല്ല എന്നുള്ളത് ആലോചിക്കണം. കൂടാതെ ഇത് കേരളമാണ് എന്നുള്ളത് കൂടി ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട ടി.പി. അഷ്റഫ് അലിയോട് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇനിയും ഗുരുതരമായിട്ടുള്ള മിസ്റ്റേക്കുകൾ പറ്റും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം മുസ്ലിം ലീഗിൻ്റെ ആളുകൾക്കൊന്നും ഇല്ല. അഷ്റഫ് അലി അതെന്താണെന്ന് അറിയാമോ? നിങ്ങളത്ര വലിയ ജനകീയരാണെങ്കിലും അല്ലെങ്കിലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് ജയിച്ചു പോകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളൊന്നും വലിയ റീൽസ് ഇടാനോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാനോ ഒന്നും ശ്രമിക്കാറില്ല. കാരണം അതിൻ്റെ ആവശ്യം മുസ്ലിം ലീഗിനില്ല. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും ചെയ്യാറില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അവർക്കറിയാം. അതേസമയം മറ്റുള്ള ആളുകൾക്കാണ് ഇത് ആവശ്യമുള്ളത്. പിന്നെ കുറച്ചുകൂടി ചെറുപ്പക്കാരായിട്ടുള്ള കേരളത്തിലെ മറ്റാളുകളൊക്കെ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിലും വഴി ഇതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ചെയ്ത്തായി പോയി. അതുകൊണ്ട് അറിയാവുന്ന, രാഷ്ട്രീയം കൂടി അറിയാവുന്ന ആളുകളെ വേണം ഈ പണി ഏൽപ്പിക്കാൻ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ടി.പി. അഷ്റഫ് അലിയോട് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ എം.എൽ.എ ആയപ്പോൾ ഇങ്ങനെ, മന്ത്രിയായപ്പോൾ എന്തായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മന്ത്രിയാകാഞ്ഞത് ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗ്യം.